നിങ്ങൾ പോവല്ലേ, നമുക്ക് മറ്റേ പറയണ്ടേ, മറ്റേ അനീഫാക്കൻ്റെ ഇതിവിടെ വെച്ചിട്ട് കുളിക്കാൻ കയറിയ സമാധാനം ഉണ്ടാവില്ല. അതാ. ഹായ്, സമയമില്ലാത്ത സമയത്താട്ടോ എന്താ പറയാൻ നിൽക്കുന്നത്. നേരം പോയി. പിന്നെ ഇന്ന് നമുക്ക് വീടിൻ്റെ ഇവിടെ ലിൻഡിൽ വാർപ്പാണ് കേട്ടോ. വാർപ്പായി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലീവില്ല ഇന്നലെ. എന്താ പറയുക, അപ്പോൾ ആദ്യം പറയട്ടെ, എല്ലാവരോടും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇവിടെ ഇതാ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ചായ കുടിക്കാൻ തുടങ്ങി. എനിക്ക് അവരോട് ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്ന് അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കഴിയാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി ഇല്ലാത്ത കാരണം രാവിലെ നടന്നല്ലേ പോകുന്നത്. അപ്പം 9:20 ആവും കേട്ടോ ഷോപ്പിലെത്തുമ്പം. അതുപോലെ വൈകുന്നേരം പോരുമ്പോഴും അതുപോലെ തന്നെ 6 മണിയൊക്കെ ആവും ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 6:45 7 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ വരുമ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ, പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എത്തിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് വീഡിയോ പെരുന്നാളിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇതായത് കേട്ടോ. കുട്ടിക്ക് അപ്പം വേണോ? എടാ കുഞ്ഞിനൊരു അപ്പം ഇട്ട് കൊടുക്കടാ. അപ്പോൾ അതിനപ്പം തിന്നു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടാണ്. അപ്പോൾ വണ്ടീൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്താക്കാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ പരാതി കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ടേന്ന് കേട്ടോ. ഒന്ന് ചെയ്ത് കൊടുത്തേടാ. അമ്മ മുറിച്ചിട്ടേ, ഒരു മിനിറ്റ്. അവനെ അപ്പം മുറിച്ചിട്ട് കൊടുക്കാം. കുഞ്ഞ് വേഗം തിന്നോ കേട്ടോ. ഇപ്പം വരെ. അപ്പോൾ അങ്ങനെ പോയി. എന്താണെങ്കിലും പോയി. അവർ പഞ്ചായത്താക്കാൻ വന്നു. അവനൊരാളെയൊക്കെ കൂട്ടിയിട്ടായിരുന്നു വന്നത്. അവന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത് കേട്ടോ. പിന്നെ മക്കൾക്ക് അന്ന് ലീവ് ആയതുകൊണ്ട് അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അന്ന് പണിസ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ലീവ് ആയതുകൊണ്ട് എല്ലാവരെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരുണ്ടായിരുന്നു. അങ്ങനെ എന്താണേലും വേണ്ടിയില്ല, പറഞ്ഞ് 25,000 രൂപ നമുക്ക് വണ്ടിക്ക് കിട്ടി. അതുകൊണ്ടൊരു വണ്ടി ആവില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ നമ്മളെ സാറ് തന്നെ, എൻ്റെ സ്ഥാപനത്തിലെ സാറ് തന്നെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് എസ്റ്റേറ്റ് മുക്കിൽ പോയി. അവിടെ നോക്കിയപ്പോൾ നമുക്ക് ശരിയായില്ല. അത് അമ്മ രാവിലെ ഇറങ്ങിയില്ല, ഞങ്ങൾ ഇറങ്ങിയതാണ്. അമ്മ പറമ്പിലേക്ക് പണിക്ക് ഇറങ്ങിയതാണ്. കോഴീനെ തുറക്കലും പണിയായിട്ട് ഞാൻ വീഡിയോ അങ്ങോട്ട് പിടിക്കാനൊക്കെ പിന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയിട്ട് പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് നോക്കിയിട്ട് ശരിയായില്ല കേട്ടോ. അവിടെ എന്നെക്കൊണ്ട് ഒക്കുന്ന പൈസ ആയിരുന്നില്ല, അതിൽ കൂടുതൽ വേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ സാറിൻ്റെ തന്നെ പരിചയത്തിൽ നിന്നൊരു വണ്ടി ശരിയായിട്ടുണ്ട്. പക്ഷെ മുഴുവൻ പൈസ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് തൽക്കാലം നിർത്തിയിട്ട് പോകുന്നു. ബാക്കി പൈസയും കൂടെ കൊടുക്കുമ്പോൾ വണ്ടി കിട്ടും. അപ്പോൾ ഒരു 5,000-6,000 രൂപേൻ്റെ ഷോട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് റൗണ്ടാക്കി ശരിയാക്കി എത്തിച്ച് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയും കൊണ്ട് പോരാം. അപ്പോൾ 2-3 ദിവസം കൂടെ ഞാൻ സാവധാനം എടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ഉണ്ടെങ്കിൽ 2-3 ദിവസം കൂടെ സാരമില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചേട്ടായി പോയിട്ടുണ്ടാവും. അവിടെ എന്താ പറയുക, ലൈറ്റിനെന്തോ വയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടായി രാവിലെ പോയിട്ടുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും അവിടെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് അവർ വന്നിട്ടില്ല, കാരണം നമ്മൾ കയറി പോരണല്ലോ കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞത് തീർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ കാര്യങ്ങൾ. അത് ശരിയായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. താങ്ക്സ് കേട്ടോ എല്ലാവരോടും. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പീഡ് കൂടി കാണൂല, ഞാൻ പറഞ്ഞ് തിരക്കുകൊണ്ടാണ് കേട്ടോ. പോകാനുള്ള തിരക്കുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ വേഗം കഴിക്കാൻ പറഞ്ഞ് ഇവരോട് ഞാൻ ബഹളം കൂട്ടിയിട്ട് അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. മോനൂസ് ഇതായിരിക്കുന്നു, ആദ്യകൂട്ടൻ അതായിരിക്കുന്നു, കുടു അതായിരിക്കുന്നു. ഇതിപ്പോൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ സംഭവം. ഞങ്ങൾ ഇപ്രാവശ്യം പണിക്കാർക്ക് കഞ്ഞി വെച്ചില്ല കേട്ടോ. രാവിലെ പൊറാട്ടയായിരുന്നു കൊടുത്തത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ മുകളിൽ നിന്ന് കഞ്ഞി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഞ്ഞിയൊക്കെ ആക്കി താഴോട്ട് പോകുന്ന നേരത്ത് കഞ്ഞിക്കലം മറിഞ്ഞ് കഞ്ഞി പകുതി പോയി. പിന്നെ കഞ്ഞി തികയാതെ പൊറാട്ട വാങ്ങേണ്ടി വന്ന്. അങ്ങനെയെല്ലാം കൂടെ ബുദ്ധിമുട്ടായിട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കറി ഞാൻ വീട്ടിലുണ്ടാക്കി, മുട്ടക്കറി വീട്ടിലുണ്ടാക്കി. പിന്നെ പൊറാട്ട വാങ്ങിയത് രാവിലത്തേക്ക് കേട്ടോ. അപ്പം കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വേറെ തന്നെ പിടിച്ചിട്ടുണ്ട്. എൻ്റെതായ രീതിയിലൊരു കറിയായിരുന്നു.
പിന്നെ എന്താ പറയുക, പെരുംജീരകമൊക്കെ വേണ്ടിയിരുന്നു, പക്ഷെ പെരുംജീരകം ഉണ്ടായിരുന്നില്ല. പിന്നെ താഴത്തമ്മേനോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷം ചേട്ടായി കൊണ്ടുപോയി പെരുംജീരകമൊക്കെ പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ കറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ നല്ല വിശേഷം. നിങ്ങൾ പോവല്ലേ, നമുക്ക് മറ്റേ പറയണ്ടേ, മറ്റേ അനീഫാക്കന്റെ കാര്യം നമുക്ക് പറയണ്ടേ അല്ലേ? നമ്മൾ അനീഫാക്ക പണിയെടുക്കുന്ന സൈറ്റിൽ നിന്നൊക്കെ അല്ലേ, നിങ്ങളെ പേര് അതേ പേരിൽ ഒരു അനീഫാക്ക ഉണ്ടെന്നാണ് പറയണേ. ഞാനല്ലാതെ വേറെ അനീഫുണ്ട്, അതിന്റെ പേരിൽ അനീഫാക്ക് ചെറിയ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണി പോയിക്കൊണ്ടിരിക്കാണ്, കിട്ടിയ പണിയൊക്കെ പോവാന്ന് പറഞ്ഞു. മുടി കഴുകിയില്ല, ചെരുപ്പ് കഴുകിയില്ല. എന്താ ചെരുപ്പിന് കഴുകാത്ത? എടാ അച്ഛമ്മയുടെ ചെരുപ്പ് കഴുകാത്ത കുടുവിനോട് അമ്മ എന്തൊക്കെ കാട്ടി പോന്ന് നിൽക്കാൻ കിട്ടില്ല. നിങ്ങളായിട്ട് പോയി നോക്കട്ടെ. അമ്മ അച്ഛമ്മേനെ കാണുന്നില്ല എന്ന് പറയും ഞങ്ങള്. അച്ഛമ്മ ഇവിടെ എന്തോ പണിയാ. അത് പോയില്ലല്ലേ, ആ തുളസിത്തായി മാത്രം പോയില്ല. അതെ, അത് കൂട്ടാ കമ്പിയിലൊന്നും പിടിക്കല്ലേട്ടോ, ഞാൻ തട്ട് ഒന്നും ചെയ്യല്ലേ. മോനുച്ചേ, മോൻറ്റാ വാ അടച്ചു. ഇതെന്താ അമ്മച്ചും തലയില് ഒരു സന്തോഷമുണ്ട്. അന്ന് കണ്ടുപോ അല്ല കൊടു അങ്ങനവാടി വരണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടായി. കൊടു അച്ഛമ്മേനെ മാല കൊടുവിന് തരും, കൊടുവിന്റെ മാല അമ്മയ്ക്ക് തരുമോ, പണയം വെക്കാൻ തരുമോ? മറിഞ്ഞു നിന്നാഞ്ഞ്. അതെ, അതിന് ഭയങ്കര അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്നപ്പോൾ എന്താ പറയുക, എന്തോരം എന്തൊക്കെയാണെങ്കിലും നമ്മളെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം ഇവിടെ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ അതൊരു എന്താ പറയുക, ഈശ്വരനോട് ഒരായിരം നന്ദി പറയുന്നു, നമ്മളെ സഹായിക്കുന്നവരോട് നന്ദി പറയുന്നു. എന്താ പറയുക, അങ്ങനെ എന്താണെങ്കിലും വേണ്ടിയില്ല. ഇപ്പോൾ ഇന്ന് ജിൻഡിൽ വാർപ്പായിരുന്നു. അപ്പം പിന്നെ സെൻസൈഡ് അതിന് മാത്രമില്ല, കുറച്ച് ഏരിയ ഉള്ളൂ, 420 സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ. അപ്പം 2 സൈഡും ഫ്രണ്ടിൽ കുറച്ചേ ഉള്ളൂ, പിന്നെ സ്റ്റെയറിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അപ്പം അത് ഉച്ചയായപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നിട്ടും ഇല്ല കേട്ടോ, എനിക്ക് ലീവ് എടുക്കാനൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലീവ് എടുക്കാഞ്ഞത്. പിന്നെ എനിക്ക് അവിടെ വേറെ റോളൊന്നുമില്ല, നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതുള്ളൂ. അതിന് അമ്മയുണ്ട്, അച്ഛമ്മ 2 അമ്മമാരും ഉണ്ട്, അച്ഛനും ഉണ്ട്, പിന്നെ ചേട്ടായിയും ഉണ്ട് ലീവാക്കിയിട്ട്. പിന്നെ ഇപ്പം ഞാൻ വെറുതെ പണി കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പണിക്ക് പോയത്. പിന്നെ ഉണ്ടാക്കേണ്ട കറി ഉണ്ടാക്കി വെച്ചു. ഉച്ചക്കത്തേക്ക് മീൻ വറുക്കാനുണ്ടായിരുന്നു, അത് ചേട്ടായി തന്നെ എന്ത് ചെയ്തു, മീനൊക്കെ വാങ്ങി സ്വന്തം തന്നെ പോയി നന്നാക്കിയൊക്കെ വറുത്തു. ചോറ് നമ്മൾ ഏൽപ്പിച്ചു കേട്ടോ, ചോറ് കടയിൽ ഏൽപ്പിച്ചു. അതുപോലെ 10 മണിക്കത്തേക്ക് പൊറോട്ടയും കറി നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ചോറും നമ്മൾ വാങ്ങുമ്പോൾ നല്ല വിലയാവും. ചോറ് മാത്രം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ മീൻ നമ്മൾ വാങ്ങി വറുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്താൽ നമുക്ക് അത്യാവശ്യം 10-20 മീനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള മീനാവും. അച്ഛനും അമ്മയും 2 അമ്മമാരും അച്ഛനും എല്ലാവരും, ഇത് 3 ആളും കയ്യും കെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ 3 ആളും കൂടി കയ്യും കെട്ടി നിന്ന് ആലോചിക്കണം. അപ്പോൾ അവർ എല്ലാവരും ഇതിൻ്റെ ഇങ്ങനെ മുഴുവൻ എല്ലാം ചിന്തയാണല്ലോ, എല്ലാവർക്കും ചിന്തയാണല്ലോ. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിങ്ങനെ നിന്ന് പോയതാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ പിന്നെ അധികം നേരം എനിക്ക് നിൽക്കാൻ പറ്റിയില്ലേ. അതെ അതെ, ഉണ്ട് അതവിടെ ഉണ്ട്. ഇതാണ് കുഞ്ഞിപ്പെണ്ണോ? ഇതാണ് കുഞ്ഞിപ്പെണ്ണ് വന്നത്. ഞങ്ങളെ കുഞ്ഞാവ എന്തൊക്കെയാണ് അവിടെ?
കുഞ്ഞുമാവ് എന്തെടുക്കാണ്? ഞാൻ കുളിക്കാനുള്ള ഒരുക്കത്തിലല്ലേ? കരച്ചിലുണ്ടോ? ഇന്നലെ രാത്രി ഫുള്ള് കരച്ചില്ല. രാത്രി ഉറക്കൂല അല്ലേ? ഇനി അങ്ങനെ തന്നെയാ. പോവാ കൂടെ നമ്മള് എല്ലാരും പോവാണ്. നടക്ക് നടക്ക് നടക്ക്. ഞങ്ങൾ പോയി വരാം കേട്ടോ. ഞാൻ വണ്ടി ഇല്ലാത്ത സമയത്ത് മുങ്ങി വരാം. അച്ഛൻ സൈലന്റ് ആണ്. അച്ഛൻ ആലോചിച്ചിട്ട് രക്തം പിടിക്കിട്ടാഞ്ഞിട്ട് സൈലന്റ്. പോവാ. കോൺക്രീറ്റ് സ്കൂളിൽ പോവാ. നിങ്ങൾ മിണ്ടാതെ കിട്ടോ. കോൺക്രീറ്റ് സ്കൂളിൽ പോവാന്ന് ഓല് വീട്ടിൽ നിന്ന് എത്ര വട്ടം ചോദിച്ചാന്നറിയാം ലീവാക്കട്ടേന്ന്. ലീവാക്കി ശരിക്കും അവിടെ നിൽക്കേണ്ടി വരാം. വലിയ വാർപ്പിന് ലീവാക്കി. പിന്നെ ആദ്യക്കുട്ടൻ്റെ ക്ലാസ്സിലേക്കും കൊണ്ടാക്കി. നേരം വൈകിയോണ്ട് 2 പേർക്കും ക്ലാസ്സിലേക്ക് കയറി പോകാൻ പേടിയിട്ടോ. നേരം വൈകി അമ്മയെ വഴക്ക് പറയുന്നു പറഞ്ഞ് ആദ്യമേ കൊണ്ടുപോയപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയില്ല. കാരണം എനിക്കും സമയമില്ല, ഞാനും കടയിൽ നേരം വൈകിയില്ല. അപ്പോൾ അങ്ങനെ ആദ്യക്കുട്ടനെ അവിടെ ക്ലാസ്സിലാക്കി. മുന്നൂസിനെ എന്ത് ചെയ്തു, അവൻ്റെ ക്ലാസ്സിലേക്ക് വന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കടയിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഉച്ചയാവാനായപ്പോൾ എൻ്റെ ഫ്രണ്ട് നമ്മളെ ഗ്രൂപ്പിൽ, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള കരോൾ ഗ്രൂപ്പിലുള്ള, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ബ്രൂബിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അങ്ങനെ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല, അല്ലാതെ അവരിങ്ങനെ അറിഞ്ഞപ്പം ഇതിൽ പോണ വഴി ഒന്ന് കയറിയതാണ്. അപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ കൂടെ വന്നൊന്ന് കണ്ട് അവർ കൂടെ വന്നു. അപ്പം തന്നെ ഇവിടെ താഴത്തെ വീട്ടിലാണ് നമ്മൾ തൊട്ടടുത്ത ഞാൻ പണിയെടുക്കുന്ന സ്ഥലം. അപ്പം അങ്ങനെ ഒന്ന് ഓടി വന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ ഓടി വന്ന സമയം ഉച്ചയാണ്. ആ ഉച്ച സമയം 2-2:30 ആയപ്പോഴത്തേക്കും കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മൊത്തത്തിൽ ചേട്ടായിയാണ് അവിടെ നിന്നൊന്ന് വീഡിയോ പിടിച്ച് തന്നത്. മോൾ ഭാഗമൊക്കെ ഒന്ന് പിടിച്ച് തന്നു കേട്ടോ. എൻ്റെ മുകളിൽ കയറി നിന്നിട്ട്. അപ്പം അങ്ങനെ എന്താ പറയുക, കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര്, ഞാൻ പഴയ വീട്ടിൽ ഞങ്ങൾ വെള്ളം കയറിയ സമയത്ത്, പഴയ വീട്ടിലായിരുന്ന സമയത്ത് ഒത്തിരി പേര് പ്രാർത്ഥനയും ഒത്തിരി പേര് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പോണത് എങ്ങോട്ടാണെന്നറിയാം. സമയം 6:30 കഴിഞ്ഞു കേട്ടോ. 6:30 കഴിഞ്ഞപ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത്. അപ്പം വണ്ടി ശരിയായിട്ടുണ്ട്. ബാക്കി പൈസ സാറ് കൊടുക്കാൻ തൽക്കാലം രമ്യ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പോയി വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കരിങ്കുറ്റി നിൽക്കുമ്പോഴാണ് നമ്മളെ ഒരു പ്രായമായിട്ടൊരു ഇക്കായിയാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ നമ്മളെ കടയുടെ മുന്നിൽ വരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വണ്ടി കണ്ടാൽ ഞാൻ ചാടി വീണ് കൈ കാണിച്ച് തിരുവമ്പാടിക്കാണെന്ന് ചോദിച്ചു. ഞാൻ ചാടി കയറിയിട്ടോ. അപ്പോൾ അവരിനകത്ത് കുറേ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അവരെന്താ കടയിലേക്കുള്ള സാധനമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ചരക്ക് വണ്ടിക്കകത്ത് ഞാനും ചാടി കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരുവമ്പാടിയിൽ നിന്ന് ആ വർക്ക്ഷോപ്പിലേക്ക് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം സാറിൻ്റെ കൂടെയായിരുന്നു പോയത്, നോക്കി പോരാനൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. ചേട്ടനെ വിളിച്ച് ഇവിടെ പണി കഴിഞ്ഞ്, ഇവിടുത്തെ നമ്മൾ കോൺക്രീറ്റും കാര്യം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പണിക്ക് പോയത്. അപ്പം അതുകൊണ്ട് പണി കഴിഞ്ഞ് ലേറ്റാവും, എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ പേടിച്ചിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല, നമ്മളെ ആവശ്യത്തിന് നമ്മൾ പോയേ പറ്റൂ. അപ്പം അങ്ങനെ എന്താണെങ്കിലും ധൈര്യം വെച്ച് ഞാൻ പോയിട്ടോ. 7:45 ആയപ്പോൾ ഞാൻ അവിടെയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആ വണ്ടീൻ്റെ ടയർ മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അത്ര നല്ല പുതിയ വണ്ടിയൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എന്നാലും ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും വണ്ടി വാങ്ങി. ഞാനൊരു 7:45 ആയിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ ബാലൻസ് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു, എല്ലാം ക്ലോസ് ചെയ്തു. ഇനി അതിനകത്ത് ചെറിയ പണികളൊക്കെ ഉണ്ട്. പിന്നെ സാവധാനം എപ്പോഴെങ്കിലും പൈസയൊക്കെ ഉള്ള സമയത്ത് ചെയ്താൽ മതിയല്ലോ. അത്യാവശ്യം നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തിക അവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴം അതിക്കില്ല അതി എന്താ അതെ കുടുന് വേണ്ട ചക്ക വേണ്ട. കുടു ചക്ക കണ്ടപ്പോ കുടു ഓടി വന്നത് അതിൻ്റെ അടുത്തേക്ക്. കുളിച്ചിട്ട് മുറിക്കാമോ? കുളിച്ചാ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ വെച്ചിട്ട് കുളിച്ചിട്ട് മുറിക്കാം. ഇവിടെ തിന്നിട്ട് കുളിക്കാം. ഇതിവിടെ വെച്ചിട്ട് കുളിക്കാൻ കയറിയ സമാധാനം ഉണ്ടാവില്ല. അതാ അല്ലമ്മ ക്ഷമയില്ല.
അമ്മേ ക്ഷമയില്ല തിന്നിട്ടേ കുളിക്കുള്ളൂ. തിന്നോട്ട് ആദ്യം തോറ്റിൽ കുടിക്കുന്ന ആളാ ഓ മോറ്റാ ആ അതെ നീ തിന്നണ്ട. നീ എന്തിനുണ്ടെന്ന് നിങ്ങൾ തിന്നാലും പിടിക്കും. ഞാൻ തിന്നു. ആര് തിന്നില്ലാലും വേണ്ടി ഞാൻ തിന്നു. ഇല്ല അമ്മനെ അതെ കൂടും തിന്നു. ഇല്ല അതുകൊണ്ട് അങ്ങോട്ട് കേറണ്ട അമ്മ കിട്ടാൻ വെറുതെ പിടിക്കല്ലേ. കേട്ടോ നിനക്ക മുഴുവൻ എത്തിയില്ല. എന്തോ മതി നീ പോകോ പറഞ്ഞ അമ്മ മതി മതി മതി. നല്ല കട്ടി. അങ്ങനെ വീട്ടിൽ വന്നപ്പം എന്താ പറയുക രാത്രിയായില്ലേ. അമ്മച്ചി മക്കളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യക്കൂട്ടനെ താഴേന്ന് കടയിൽ നിന്ന് കൂട്ടി ഞങ്ങൾ അങ്ങനെ കയറി ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കഷ്ണം ചക്ക കിട്ടി. പിന്നെ ഞങ്ങൾ ചക്ക കിട്ടിയതുണ്ടായിരുന്നു. ആ ചക്ക അങ്ങോട്ട് തിന്ന് അവിടെ ഇരുന്നു. ഒരു കുഞ്ഞു കഷ്ണം ചക്കയാണ് കേട്ടോ. ആരും കൊതി വിട്ടേക്കല്ലേ. ഓ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക അതോ ഭയങ്കര രുചിയുള്ള ചക്കയും നല്ല മധുരം ഉണ്ടായിരുന്നു. ചവണി വരെ ഇരുന്ന് തിന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് കളയാൻ അതിൻ്റെ ആ മടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അമ്മച്ചി പറഞ്ഞിട്ട് നീ കുറച്ച് നേരം കൂടി ആ ചക്ക മടലും തിന്ന് എഴുന്നേറ്റ് കുളിക്കാൻ എഴുന്നേറ്റ് പോകുന്ന കൈയൊക്കെ കഴുകി. ഞാൻ മുഖം പോലും കഴുകിയില്ല കേട്ടോ. കാരണം എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലേശം കഞ്ഞി കുടിച്ചതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക താഴേന്ന് വെള്ളപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിടെ വന്ന് രാത്രി ഒരു 10:30 ആയപ്പം ചിലിമ്പിപ്പുളി ലേശം ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അത് അച്ചാറിടാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടാ അച്ചാറിടുന്നത്. ചേട്ടൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ അങ്ങനെ ഉള്ളി ഇഞ്ചിയൊക്കെ വാട്ടി അതിനകത്തേക്ക് അച്ചാർ പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏതൊക്കെയാണ് വീഡിയോ പിടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചേട്ടൻ്റെ സ്പെഷ്യൽ അച്ചാർ ഇടുകയാണ്, ചിലിമ്പിപ്പുളി അച്ചാർ. പിന്നെന്താ കായപ്പൊടി ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ചിലിമ്പിപ്പുളിയൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ ഇന്നലെ ഒക്കെ നന്നാക്കി വൃത്തിയാക്കി ഉണങ്ങാൻ വെച്ചു. ഇങ്ങനെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ഇന്ന് ചേട്ടാ ഇരുന്നിട്ട് ഞാൻ ആ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചേട്ടാ ഇരുന്ന് അരിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ അച്ചാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാർ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അലുമിനിയം ചെരുവ് വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഈ അലുമിനിയം ചെരുവ് എടുത്താണ് കേട്ടോ അതിനകത്തായിട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് കുപ്പി ഇല്ല എനിക്കിപ്പോൾ നോക്കുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ചില്ലുപ്പിയിലേക്ക് ആക്കണം. ചില്ലുപ്പി ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ താഴെ നമ്മളെ ഷെഡിനകത്തുണ്ട്. അപ്പോൾ അവിടുന്നൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഞാനൊരു 11 മണി കഴിഞ്ഞിട്ട് ഞാൻ മേല് കഴുകാൻ പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീടിൻ്റെ പണി അവിടെ വരെയൊക്കെ എത്തി. നമ്മളെ വണ്ടീൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തീരുമാനമായി. നമ്മളെ വിശേഷങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്.